ആഗോളതലത്തിലും പ്രാദേശികമായും നിലനിൽക്കുന്ന കടുത്ത വെല്ലുവിളികളെയും സംഘർഷാവസ്ഥയെയും അതിജീവിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച് എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭമാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നികുതിക്ക് മുമ്പുള്ള ലാഭം 24.4 ബില്യൺ ദർഹമായി, അതായത് ഏകദേശം $6.6 ബില്യൺ ഉയർന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ലാഭത്തിൽ 7% വർധനവാണ് ഉണ്ടായത്. ഗ്രൂപ്പിന് കീഴിലുള്ള എമിറേറ്റ്സ് എയർലൈൻ മാത്രം 22.8 ബില്യൺ ദർഹം ലാഭം നേടി കരുത്തു തെളിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ച ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും എമിറേറ്റ്സിന്റെ ഈ നേട്ടം വിസ്മയിപ്പിക്കുന്നതാണ്. എയർലൈൻസിന്റെ ആകെ വരുമാനം 150.5 ബില്യൺ ദർഹമായി ഉയർന്നു. ഇത് മുൻവർഷത്തേക്കാൾ 3% കൂടുതലാണ്. ഏകദേശം 53.2 ദശലക്ഷം യാത്രക്കാരാണ് ഈ സാമ്പത്തിക വർഷം എമിറേറ്റ്സിനെ ആശ്രയിച്ചത്. കമ്പനിയുടെ ബ്രാൻഡ് മൂല്യം 27% വർദ്ധിച്ച് $10.6 ബില്യൺ എത്തിയതും ശ്രദ്ധേയമായ നേട്ടമാണ്. ഉപഭോക്താക്കൾക്കിടയിലുള്ള വിശ്വാസ്യതയും സേവനങ്ങളിലെ മികവുമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US-ഇസ്രായേൽ-ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഫെബ്രുവരി 28 മുതൽ മേഖലയിൽ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ വ്യോമപാതകൾ അടയ്ക്കുന്നതിനും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനും കാരണമായി. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും ദുബായ് ഗവൺമെന്റിന്റെയും എമിറേറ്റ്സ് മാനേജ്മെന്റിന്റെയും കൃത്യമായ ഇടപെടലുകൾ രക്ഷയ്ക്കെത്തി. സുരക്ഷിതമായ ബദൽ ആകാശപാതകൾ കണ്ടെത്തുകയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർവീസുകൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുകയും ചെയ്തു. വെല്ലുവിളികളെ അവസരമാക്കി മാറ്റാൻ എമിറേറ്റ്സിന് സാധിച്ചുവെന്ന് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷൈഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം വ്യക്തമാക്കി. ആഗോള വിപണിയിലെ ഡിമാൻഡ് കണക്കിലെടുത്ത് എമിറേറ്റ്സ് തങ്ങളുടെ വിമാനശേഖരം വീണ്ടും വിപുലീകരിച്ചു. പുതിയതായി 15 എയർബസ് A350 വിമാനങ്ങൾ കൂടി നിരത്തിലിറക്കിയതോടെ ആകെ വിമാനങ്ങളുടെ എണ്ണം 277 ഉയർന്നു. പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണത്തിലും 8% വർധനവുണ്ടായി. നിലവിൽ 1,30,919 ജീവനക്കാരാണ് ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 4,000-ലധികം പേർ UAE പൗരന്മാരാണ് എന്നത് സ്വദേശീവൽക്കരണ പ്രവർത്തനങ്ങളുടെ വിജയമായി കാണുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് സ്പോൺസർമാരിൽ ഒന്നായി എമിറേറ്റ്സ് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ലോകപ്രശസ്ത ക്ലബ്ബുകളുമായും സ്പോർട്സ് ഇവന്റുകളുമായും 2030 വരെ നീളുന്ന തന്ത്രപ്രധാനമായ കരാറുകളിൽ ഗ്രൂപ്പ് ഒപ്പിട്ടു. ആഗോള ബ്രാൻഡ് എന്ന നിലയിലുള്ള എമിറേറ്റ്സിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇത്തരം നീക്കങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ ഇനിയും ഉണ്ടായേക്കാമെങ്കിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും എമിറേറ്റ്സ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്ന് ഷൈഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. ദുബായിയെ ലോകത്തിന്റെ വ്യോമയാന സ്ഥിരാകേന്ദ്രമായി നിലനിർത്തുന്നതിൽ എമിറേറ്റ്സ് വഹിക്കുന്ന പങ്ക് ഈ കണക്കുകൾ അടിവരയിടുന്നു.